ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്നൊരു ചെറിയൊരു പണി കിട്ടിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നല്ല, ഞാനിന്ന് ലീവായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ പോയി തിരിച്ച് തൃശ്ശൂർ നടത്തറ സിഗ്നലിൽ എത്തുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ബാക്ക് വെച്ചിട്ടാണ് എനിക്ക് പണി കിട്ടിയത്. വേറൊന്നല്ല, വണ്ടിയുടെ കാർബേറ്ററിൽ പൊടിയെന്തോ കയറിയിട്ട് വണ്ടി മൂവ് ചെയ്യാതെ ഹൈവേയിൽ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഹൈവേയുടെ കാര്യം പറയണ്ടല്ലോ, നടത്തറ സിഗ്നലിൻ്റെ റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഗംഭീര റോഡാണ്. കുറേ നേരം ഞാൻ ട്രൈ ചെയ്തു, വണ്ടി അനങ്ങണില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ ആകെ വേർത്തു, സത്യം പറയാലോ. അങ്ങനെ വേർത്ത് വിളിച്ച് നിൽക്കുമ്പോഴാണ് ഈശ്വരനെ പോലൊരു ചേട്ടൻ ആ സൈഡിൽ കൂടി ഒരു സൈക്കിളിൽ പുല്ലൊക്കെ ആയിട്ട് പോകുന്നു. ആ ചേട്ടൻ എന്ത് പറ്റി മോനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഏട്ടാ വണ്ടി അനങ്ങണില്ല, എന്താ ചെയ്യുക, വർക്ക്ഷോപ്പ് കൂടെ അടുത്തവിടെയെല്ലാം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അതിൻ്റെ മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ നമ്മളിങ്ങനെ എമർജൻസി ആയിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴേ നമ്മൾ ഗൂഗിളിലൊക്കെ കുറേ സെർച്ച് ചെയ്യും, നിയറസ്റ്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് ആയാലും അതിലൊക്കെ നോക്കുമ്പോൾ ഒന്നും ഉപകരിക്കില്ല. അത് വെറും പാഴാണെന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലായി. ഒരറ്റ മനുഷ്യൻ ഫോൺ എടുക്കില്ല കേട്ടോ. സോ അങ്ങനെ ആ ഏട്ടനോട് ചോദിച്ചപ്പോൾ ആൾ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയോ ഉന്തിത്തള്ളി അവിടെ എത്തിച്ചപ്പോഴോ ആ വർക്ക്ഷോപ്പായിട്ട് ഞാനെന്തോ പൈസ കടം വാങ്ങിക്കാൻ പോയാലേ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ചേട്ടാ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാവുകൊണ്ട് വണ്ടി മൂവ് ചെയ്യുന്നത് ഇതൊന്നും നോക്കി തരുമെന്ന് വെച്ചാൽ പുള്ളി പറയണത് അത് ബെൽറ്റ് പൊട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ഫാൻ പൊട്ടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയാണ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായിട്ടാണ്. അങ്ങനെ തള്ളി സിഗ്നലിൻ്റെ അടുത്തെത്തി. സിഗ്നലിൻ്റെ അടുത്തിയപ്പോൾ ഒരു ഓട്ടോ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ മോനെ അച്ചായൻ്റെ ഒരു കടയുണ്ട് അപ്പുറത്ത്, അവിടെ പോയാൽ പുള്ളി റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് എങ്ങനെയോ ആ സിഗ്നലൊക്കെ ക്രോസ് ചെയ്ത് തള്ളി ഞാൻ അവിടെ എത്തിച്ചു. സത്യം പറയാലോ, അടിപൊളിയായിട്ടുള്ളൊരു വർക്ക്ഷോപ്പായിരുന്നു അത്. അവിടെ രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി നല്ല അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞ മോനെ നിൽക്കിയിട്ട് അത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നല്ല പൊളൈറ്റായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ കൂളാക്കി പരിപാടി ഒരു മണിക്കൂർ കൊണ്ട് തീർത്ത് തന്നു. സൂപ്പർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ നടത്തറ ഭാഗത്തൊക്കെ എന്തെങ്കിലും വണ്ടി പെട്ട് കഴിഞ്ഞാൽ അച്ചായൻ്റെ കട അന്വേഷിക്കുക, അവിടെ പോവുക, വണ്ടി ക്ലിയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് കിട്ടിയ പോലെ പണി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.